നമസ്കാരം, എല്ലാവർക്കും എയിംസ് PSCയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ മാത്സ് വിഭാഗത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. തൻ്റെ യാത്രയുടെ ആദ്യത്തെ പകുതി 20 km/മണിക്കൂറിലും രണ്ടാം പകുതി 24 km/മണിക്കൂറിലുമാണ് യാത്ര ചെയ്തതെങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക എന്നാണ്, അതായത് ആകെ ദൂരം. പക്ഷേ ഇവിടെ പകുതി ആക്കുന്നുണ്ട്, ആദ്യ പകുതിയും പിന്നെ രണ്ടാം പകുതിയും അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പം ആകെ ദൂരം നമ്മൾ 2D എന്ന് എടുക്കണം. ഇതിങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ പകുതിയും രണ്ടാമത്തെ പകുതി, അതായത് ഹാഫ് ആയിട്ട് വരുമ്പോൾ D ആയിരിക്കും. അതായത് പകുതി ദൂരം ആയിരിക്കും D വരിക. അല്ലെങ്കിൽ D ആണ് ആകെ ദൂരം എന്ന് എടുത്തു കഴിഞ്ഞാൽ D/2, D ഹരിക്കണം 2 എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ എടുക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ നേരെ ചോദ്യത്തിൽ തന്നത് കണ്ടീഷനിലേക്ക് പോയാൽ മതി. അതായത് ആകെ 11 മണിക്കൂറിലാണ് യാത്ര പൂർത്തിയാക്കുന്നത്. ആദ്യത്തെ പകുതി 20 km/മണിക്കൂറിലും രണ്ടാമത്തെ പകുതി 24 km/മണിക്കൂറിലും. അപ്പോൾ ആദ്യത്തെ പകുതി ദൂരം എന്ന് പറയുന്നത് D തന്നെയായിരിക്കും. അത് 20 km/മണിക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൂരം ഹരിക്കണം വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടി. ദൂരം കിലോമീറ്ററിലാണ്, വേഗത km/മണിക്കൂറിലാണ്. അപ്പോൾ കിലോമീറ്റർ ഹരിക്കണം km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ കിട്ടി. എന്നിട്ട് അതിനോട് രണ്ടാം പകുതി അപ്പോൾ D തന്നെയായിരിക്കും, അതിന് 24 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എടുക്കുന്ന സമയം നമുക്ക് 11 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിത് ചെയ്താൽ മതി. അതായത് ഇത് ചെയ്യുമ്പോൾ ഈ 24 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 20 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അത് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 20ഉം 24ഉം ആകെ 44D കിട്ടും. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 20 ഗുണിക്കണം 24 ആയിരിക്കും. ഇത് 11 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ D = 240 എന്ന് കിട്ടും ആകെ ദൂരം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ 11 44 4 തവണ പോകും, ബാക്കി ഇവിടെ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 4 ഇവിടെ 24 6 തവണ പോകും. അപ്പോൾ നമുക്ക് D എന്ന് പറയുന്നത് 240 അല്ല, D എന്ന് പറയുന്നത് 120 കിട്ടും. D എന്ന് പറയുന്നത് 120 കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നത് ആകെ ദൂരമാണ്, അതായത് 2D ആണ് ചോദിച്ചേക്കുന്നത്. D 120 ആണെങ്കിൽ 2D 240 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എടുത്തിട്ട് ട്രൈ ചെയ്യാം. അതായത് ഏത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 200 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. അപ്പോൾ 100 ഈ പറഞ്ഞ 24 20 km/മണിക്കൂർ ആ രീതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 100നെ 24 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ടൊരു നമ്പർ നമുക്ക് കിട്ടൂല. അതുപോലെ 110ന് 24 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും കിട്ടൂല. അതുപോലെ 260ൻ്റെ പകുതിയായിട്ടുള്ള 130നെ ഹരിച്ചു കഴിഞ്ഞാലും കിട്ടൂല. നമുക്ക് 240ൻ്റെ പകുതിയായിട്ടുള്ള 120നെ 24 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കും ഈ 11 എന്ന് പറയുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് വരുന്ന ഒരു നമ്പറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് 240 ആൻസറിന് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതില്ലെങ്കിൽ ഈ മെത്തേഡിലും ചെയ്യാം. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരുടെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ ഒരാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി നമ്മൾ W ആയിട്ടും ഒരു പുരുഷൻ്റെ എഫിഷ്യൻസി നമ്മൾ M ആയിട്ടും എടുക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 2 സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. 2 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി W ആണെങ്കിൽ 2 സ്ത്രീകളുടെ എഫിഷ്യൻസി 2W ആയിരിക്കും. 2 ഗുണിക്കണം W ആയിരിക്കും. അതായത് W കൂട്ടണം W, ഇതാണ് 2 ഗുണിക്കണം W. അതുപോലെ 5 പുരുഷന്മാരുണ്ട്.
അപ്പോൾ ഒരാളുടെ എഫിഷ്യൻസി എം ആണെങ്കിൽ 5 ആളുടേത് 5 എം ആയിരിക്കും. ഇനി ഇത്രയും ആൾക്കാർ 2 വുമണും 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആകെ ജോലിയുടെ അളവ് കിട്ടും. ആകെ എത്ര ജോലി ഉണ്ടെന്ന്. കാരണം ഇത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയായിരിക്കും. ഇത്ര ആളുകൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി, അതിന് 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത്ര ആളുകൾ 4 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, അതായത് മുഴുവനായിട്ടുള്ള ജോലിയുടെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും, എത്രത്തോളം ജോലി ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും ജോലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 3 സ്ത്രീകളും 6 പുരുഷന്മാരും കൂടി ചെയ്തു തീർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ എഴുതാം, 3 സ്ത്രീകളും 6 പുരുഷന്മാരും ഇതേ ജോലി ചെയ്തു തീർക്കുന്നുണ്ട്. അത് എത്ര ദിവസം കൊണ്ടാണ്? അത് 3 ദിവസം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആകെ ജോലി, അത് തന്നെയാണ് ഇത് ആകെ ജോലി, രണ്ടും സെയിം ആണ്. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ 4നെ 2 സ്ഥലത്തേക്കും ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി എം ഉള്ളത്, അതായത് പുരുഷന്മാരുടെ എഫിഷ്യൻസി പറഞ്ഞിട്ടുള്ള ഈ എം ഉള്ളത് ഒരു സ്ഥലത്തേക്കും ഡബ്ല്യു ഉള്ളത് വേറൊരു സ്ഥലത്തേക്കും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 1 ഡബ്ല്യു കിട്ടും, ഇവിടെ 2 എം കിട്ടും. അതായത് ഈ 18 എം ഇങ്ങോട്ട് വരുമ്പോൾ -18 എം ആവും. അതുപോലെ ഈ 8 ഡബ്ല്യു ഇങ്ങോട്ട് പോകുമ്പോൾ -8 ഡബ്ല്യു ആവും. 9 ഡബ്ല്യുവിൽ നിന്ന് 8 ഡബ്ല്യു പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഡബ്ല്യു ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് M/W എന്ന് പറയുന്നത് ഈ ഡബ്ല്യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതുപോലെ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ M/W എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടും. ഈ M/W 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പുരുഷന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ 1 യൂണിറ്റ് ആണെങ്കിൽ സ്ത്രീയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും, 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും കാര്യം കിട്ടി. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. M = 1 ആണെങ്കിൽ W = 2 ആയിരിക്കും. നമ്മളിനി ഈ രീതിയിൽ ഇവരുടെ 2 പേരുടെ എഫിഷ്യൻസി ഈ രീതിയിൽ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് 2 ഡബ്ല്യുവും 5 എമ്മും കൂട്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ചെയ്താലും കിട്ടുന്നത് ടോട്ടൽ വർക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. 2 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അതുപോലെ 1 എം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 5 എം എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഇനി ഇതിന് 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആകെയുള്ള വർക്ക് കിട്ടും. അതെന്ന് പറയുന്നത് 4 5 കൂട്ടിയാൽ 9 ആണ്. 9ന് 4 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. അപ്പോൾ ഇതാണ് ആകെയുള്ള വർക്ക്. ഇനി ചോദിച്ചേക്കുന്നത് ഒരു പുരുഷൻ അതേ ജോലി ചെയ്തു തീർക്കാൻ, അതായത് ഈ ജോലി തന്നെ ചെയ്തു തീർക്കാൻ ഒരു പുരുഷൻ എത്ര സമയം എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ആകെ ജോലിനെ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യക്ഷമത കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. അപ്പോൾ ആകെ ജോലിയുണ്ട്. ഇനി ഒരു പുരുഷന്റെ എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ഹരിക്കണം, അതായത് 1 കൊണ്ട് ഹരിച്ചാൽ മതി. 36ന് 1 കൊണ്ട് ഹരിച്ചാൽ 36. അപ്പോൾ ഉത്തരം 36 ദിവസം എടുക്കും. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം ഇതിൽ ആൻസർ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല, ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. പക്ഷേ ആ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണിത്. ചോദ്യം ഇങ്ങനെയാണ്: 5.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം ഉരുക്കി 5.2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു. സിലിണ്ടറിന്റെ ഉയരം കണ്ടുപിടിക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ളത് 5.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളമാണ്. ലോഹഗോളം എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വ്യാസമാണ് തന്നിട്ടുള്ളത്. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും. ഈ സിലിണ്ടറിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ 5.2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആരം എത്രയായിരിക്കും? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഈ 5.2ന്റെ പകുതിയായിരിക്കും. ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. അതായത് നമ്മളൊരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഈ വരേനെയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പകുതി നീളത്തിനെയാണ് നമ്മൾ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ആരം, 2.6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ഉരുക്കിയിട്ട് 5.2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടറാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. സിലിണ്ടറിന് ഇവിടെ ഒരു ആരം ഉണ്ടാവും, റേഡിയസ് അല്ലെങ്കിൽ ആരം ഉണ്ടാവും, അതുപോലെ ഒരു ഹൈറ്റും ഉണ്ടാവും. ഇത് നമുക്ക് H എന്ന് എടുക്കാം.
ഇതിൻ്റെ റേഡിയസിന് നമ്മൾ സിലിണ്ടർ ആയതുകൊണ്ട് ഇങ്ങനെ ആർ സി എന്ന് എടുക്കുന്നത്, ആരം, സിലിണ്ടറിൻ്റെ ആരം എന്നുള്ള രീതിയിൽ ആർ സി എന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അതാണ്, സിലിണ്ടറിൻ്റെ ആരമാണ് നമുക്ക് തന്നിട്ടുള്ളത് 5.2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 5.2 സെൻറ്റിമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2.6 സെൻറ്റിമീറ്റർ എന്നും കൂടി എഴുതാം. ഇനി ചോദ്യം വായിച്ചാൽ ഇത് ഉരുക്കിയിട്ടാണ്, ഈ ലോഹഗോളം ഉരുക്കിയിട്ടാണ് ഈ സിലിണ്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ സെയിം ആയിരിക്കും, തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മുടെ ലോഹഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ലോഹഗോളം അല്ലെങ്കിൽ ഏത് ഗോളമായി കഴിഞ്ഞാലും സ്ഫിയർ ആയി കഴിഞ്ഞാലും അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. ഇതിൽ ആർ ക്യൂബ്, ആർ എന്ന് പറയുന്നത് RS ആണ്, അതായത് സ്ഫിയറിൻ്റെ ഗോളത്തിൻ്റെ ആരമാണ്, റേഡിയസ് ആണ്. അതുപോലെ നമ്മുടെ സിലിണ്ടറിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് പൈ r²h ആയിരിക്കും. ഈ ആർ എന്ന് പറയുന്നത് RC ആണ്, സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് തുല്യമാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ ലോഹഗോളം ഉരുക്കിയിട്ടാണ് സിലിണ്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് വ്യാപ്തവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അത് നേരെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 4/3 ഉണ്ട്, പൈ ഉണ്ട്. ഈ RS ക്യൂബ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിൻ്റെ റേഡിയസിൻ്റെ ക്യൂബാണ്, അതായത് 2.6ൻ്റെ ക്യൂബായിരിക്കും. അത് ഈക്വൽ ടു ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. അതായത് ഇവിടെ RCക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? RC എന്ന് പറയുന്നത് 5.2 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 2 ഗുണിക്കണം 2.6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 ഗുണിക്കണം 2.6ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, ഗുണിക്കണം h, ഈ ഹൈറ്റ് ആണ്, ഉയരമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ സ്ക്വയർ ചെയ്യുന്നതിൽ 2ൻ്റെ സ്ക്വയർ വരും. 2 ഗുണിക്കണം 2.6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ഗുണിക്കണം 2.6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് 4 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 2ൻ്റെ സ്ക്വയർ വരുന്നതുകൊണ്ട് അത് നമുക്ക് ഈ 4 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് എന്തുണ്ട്? ഈ ഭാഗം നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ 2.6ൻ്റെ സ്ക്വയർ ഗുണിക്കണം h ഈക്വൽ ടു 2.6ൻ്റെ ക്യൂബ് ഹരിക്കണം 3. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്വയറുള്ള നമ്പറും ക്യൂബുള്ള നമ്പറും ഒന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുത്തെ ക്യൂബും കളയാൻ പറ്റും. ബാക്കി എന്തുണ്ടാവും? h ഈക്വൽ ടു 2.6 ഹരിക്കണം 3. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2.6/3 ആണ്. അത് ആൻസർ ഓപ്ഷൻസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം കൂട്ടുപലിശ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുകയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 50,000 രൂപയാണ് നിക്ഷേപിക്കുന്നത്. പിന്നെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിലെല്ലാം 50,000-ന് മുകളിലാണ്. അതായത് ഈ തുക നിക്ഷേപിച്ചിട്ട് തുകയുടെ പലിശ കിട്ടും. ആ പലിശയും നിക്ഷേപിച്ച തുകയും കൂട്ടിയിട്ടുള്ള തുക ആകെ സമ്മാണ്, അത് രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് നമുക്ക് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പലിശ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് എത്താം. കാരണം എല്ലാം എന്തായാലും എത്ര പലിശ കിട്ടുന്നോ, ഇപ്പോൾ പലിശ 5,000 ആണ് കിട്ടിയെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 55,000 ആയിരിക്കും. കാരണം 50,000 നിക്ഷേപിച്ചതും 5,000 പലിശയും കൂട്ടി 55,000 ആയിരിക്കും ഉത്തരം. അപ്പോൾ നമ്മൾ പലിശ എത്രയാണെന്ന് മാത്രം നേരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 12% വാർഷിക പലിശ നിരക്കുകൊണ്ട്, അത് മാത്രമല്ല അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായിട്ടാണ് നിക്ഷേപിക്കുന്നത്. അതായത് കൂട്ടുപലിശ നിരക്കിലാണ് നിക്ഷേപിക്കുന്നത് അർദ്ധവാർഷിക കാലയളവിൽ. ഒരു വർഷത്തേക്ക് വാർഷിക പലിശ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ളതാണ്. ഒരു വർഷം 12% നിരക്ക് എന്നാണ്. അപ്പോൾ അർദ്ധവാർഷിക നിരക്ക് എന്തായിരിക്കും? അർദ്ധവാർഷിക നിരക്ക് എന്ന് പറഞ്ഞാൽ പകുതി വർഷം അല്ലെങ്കിൽ 6 മാസം. അർദ്ധവാർഷിക നിരക്ക് ഈ 12%-ന്റെ പകുതിയായിട്ടുള്ള 6% ആയിരിക്കും.
അപ്പോൾ അർദ്ധവാർഷിക നിരക്കിലാണ് നിക്ഷേപിക്കുന്നത്. അത് മാത്രമല്ല 1 വർഷത്തിന് ശേഷമാണ് ഉള്ള പലിശയാണ് നോക്കേണ്ടത്. അപ്പോൾ 1 വർഷത്തിൽ 2 അർദ്ധവാർഷികം ഉണ്ടാവും. അതായത് 1 വർഷത്തിൽ 6 മാസം എന്ന് പറഞ്ഞിട്ട് 2 വാർഷികം ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ തവണയും ഈ 6% കൂട്ടുപലിശയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുപലിശ ചെയ്യുന്നതിൽ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് പകരം നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എത്ര നിക്ഷേപിച്ചോ അതിൻ്റെ ഒരു പലിശയും പിന്നെ രണ്ടാമത്തെ ടേമിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ പലിശ കണക്കാക്കുമ്പോൾ നിക്ഷേപിച്ച തുക, ഇപ്പോൾ ഇവിടെ 50,000 ആണ്, നിക്ഷേപിച്ച തുകയായിട്ടുള്ള 50,000ത്തിൻ്റെ പലിശയും അത് പോരാത്തതിന് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കണക്കാക്കിയ പലിശയുടെ പലിശയും വരും. അതുകൊണ്ടാണ് അതിന് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 തവണയാണ്, 2 ടേംസ് എന്ന് പറയാം, 2 അർദ്ധവാർഷികങ്ങളായിട്ടാണ് 6% കൂട്ടുപലിശ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ആദ്യം ഒരു 6% വരും. ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഈ 6% പലിശ വരും. അടുത്ത 6 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 6% പലിശ വരും. ഈ 6% പലിശ എന്ന് പറയുന്നത് ഈ 50,000ത്തിൻ്റെ തന്നെയായിരിക്കും. ആദ്യം വരുന്ന 6%വും ഈ 50,000ത്തിൻ്റെ ആയിരിക്കും. രണ്ടാമത് 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന ഈ 6% പലിശയും 50,000ത്തിൻ്റെ ആയിരിക്കും. ഇത് രണ്ടും അല്ലാണ്ട് ഇതിന് പുറമെ എന്തും കൂടി വരും. ആദ്യത്തെ 6 മാസം കണക്കാക്കിയ ഈ 6% പലിശേൻ്റെ 6% വരും. അതായത് 6%ത്തിൻ്റെ 6%. 6%ത്തിൻ്റെ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.36% ആയിരിക്കും എന്ന് നമ്മൾ കണക്കാക്കണം. അതായത് ഇത് രണ്ട് ലൈനിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ അർദ്ധവാർഷികത്തിലുള്ളതും ഇത് രണ്ടാമത്തെ അർദ്ധവാർഷികത്തിലുള്ള പലിശകളാണ്. അപ്പോൾ ഇത് 0.36% ആണെന്ന് പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടിയ? 6%ത്തിൻ്റെ 6%. അതായത് 6ൻ്റെ 6% കണ്ടുപിടിക്കുന്നതാണ്. 6% എന്ന് പറഞ്ഞാൽ 6/100 കൊണ്ട് ഹരിച്ചാൽ മതി, ഗുണിച്ചാൽ മതി. ആദ്യം നമുക്ക് 6% ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 6% കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിത് 36/100 ആണെന്ന് അറിയാം. അപ്പോൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം മാറ്റിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡയറക്റ്റ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരേ നമ്പറിൻ്റെ അതേ ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അതായത് 6ൻ്റെ സ്ക്വയർ 36 ആണെന്ന് അറിയാം. ആ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ 2 സ്ഥാനം മാറ്റിയിട്ട് എഴുതിയാൽ മതി. കാരണം ശതമാനമാണ്, അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് വരാൻ പറ്റും. ഈ ഐഡിയ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇനി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 6%-ന് പകരം 8% ആയിരുന്നെങ്കിലോ ഇവിടെ 8 വരും, ഇവിടെ 8 വരും, ഇവിടെ 0.64 വരും. കാരണം 8ൻ്റെ സ്ക്വയർ 64 ആണ്. 2 സ്ഥാനം മാറ്റിയിട്ടാൽ 0.64 വരും. അപ്പോൾ ഇതാണ് പലിശകൾ. ഇത് ആദ്യത്തെ അർദ്ധവാർഷികത്തിലും ഇത് രണ്ടാമത്തെ അർദ്ധവാർഷികത്തിലും കിട്ടുന്ന പലിശ ശതമാനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആകെ തുകയായിരിക്കും ഈ 1 വർഷം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പലിശ. അതായത് ആകെ തുക എന്ന് പറഞ്ഞാൽ 6 കൂട്ടി കഴിഞ്ഞാൽ 12 കിട്ടി. 6 12 പിന്നെ ഒരു 0.36. അപ്പോൾ ആകെ എത്ര കിട്ടും? ആകെ 12.36% പലിശ കിട്ടും 1 വർഷത്തിന് ശേഷം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ ഈ 12.36% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 50,000 രൂപയുടെ 12.36% എത്രയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ശതമാനം പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ശതമാനം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അപ്പോൾ ആ നമ്പറിൻ്റെ 12.36% കണ്ടുപിടിക്കണമെങ്കിൽ 12.36 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ കാര്യം ചെയ്താൽ മതി. ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ ഒരു 50,000 ഉണ്ട്. എന്നിട്ട് ഈ 12.36-നെ നമുക്ക് 1236 ഹരിക്കണം 100 എന്ന് എഴുതാൻ പറ്റും. അതായത് 12.36-നെ 1236 ഹരിക്കണം 100 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ മാത്രം. അപ്പോൾ 12.36 ഹരിക്കണം 100 എന്നുള്ളതിനെ 1236 ഹരിക്കണം 100 ഗുണിക്കണം 100 എന്ന് എഴുതാം. അതായത് ഇവിടെയുള്ള 100 ആണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഈ ഹരിക്കണം 100 അതുപോലെ എഴുതി. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എക്സാമിന് ഇതിന് അധികം സമയമൊന്നും എടുക്കൂല. കാരണം ഈ സ്റ്റെപ്പൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും ഭാഗത്തിലുള്ള സ്റ്റെപ്പ് നമ്മൾ ഇപ്പം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. എക്സാമിന് നേരെ ഇങ്ങനെ 12.36 എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ എഴുതി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ശതമാനം കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ താഴെ മുകളിൽ 4 പൂജ്യങ്ങളുണ്ട്. 50,000-ന് 4 പൂജ്യമുണ്ട്, താഴെ 4 പൂജ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്യാൻസൽ ആവും. ഇത് ചുരുങ്ങിയിട്ട് എന്താവും? 5 കൊണ്ട് 1236-നെ 5 കൊണ്ട് ഗുണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് നമുക്കൊന്നെങ്കിൽ ഇതിൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നേരെ ഗുണിക്കാം.
നേരെ ഗുണിക്കുക വെച്ചാൽ 5-നെ 6 കൊണ്ട് ഗുണിക്കുക, 5-നെ 3 കൊണ്ട് ഗുണിക്കുക, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ പകുതി കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 12ന്റെ പകുതി 6 ആയിരിക്കും, 3 വരുന്നുണ്ട്, അപ്പോൾ അവിടെ 1 ആയിരിക്കും, ബാക്കി 1 ഉണ്ടാവും, അപ്പോൾ എന്തായിരിക്കും 8 ആയിരിക്കും. ഇവിടെ ഒരു പ്രാവശ്യം 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും, അപ്പോൾ 16, അതുകൊണ്ട് 8 ആയിരിക്കും. 5 കൊണ്ടാണ് ഗുണിക്കുന്നത്, അതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് 0.5 കൊണ്ട് ഇതിനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ 0.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 618 കിട്ടും. പക്ഷെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 618, ഒരു 0 എക്സ്ട്രാ കൊടുത്താൽ മതി. അത് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ സൈഡിലിട്ടിട്ട് നമുക്ക് ഗുണിക്കാം. 1236 5 കൊണ്ട് ഗുണിച്ചാൽ മതി, ഇതേ ഉത്തരം കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ പലിശ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അർദ്ധവാർഷിക നിരക്കിൽ ഇതിന്റെ പലിശ 6180 ആണെന്ന് കിട്ടും. അപ്പോൾ 50,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ 6180 രൂപയും കൂടി കൂട്ടിയിട്ട് നമുക്ക് 56,180 രൂപയാണ് ആകെ തിരിച്ച് കിട്ടുക എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഇവിടെ ഗുണിക്കേണ്ട കാര്യത്തിലൊക്കെ ഇങ്ങനെ ഷോർട്ട് ട്രിക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അധികം ആളുകളും നമ്മൾ ബാക്കിയുള്ള GK ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതുപോലുള്ള മാത്സ് ക്വസ്റ്റ്യൻസിലോട്ട് പോലെ. അപ്പോൾ സമയം ഭയങ്കര കുറവാണെങ്കിൽ, സമയം ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ഇതുപോലുള്ള ഷോർട്ട് ട്രിക്ക്, അതായത് ഇത് നമ്മൾ പിന്നെ മാറ്റി എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നോക്കിയിട്ട് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ലാഭവും നഷ്ടവും എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യം നോക്കാം. നിവിൻ 500 രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങി, ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിനും, ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വില എത്ര? അതായത് ഏറ്റവും അവസാനത്തെ ആൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ നമ്മൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 എന്നുള്ള ഭിന്നസംഖ്യയാണ്. അപ്പോൾ 10% കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പറാണ് തന്നത് അതിൻ്റെ 10ൽ 1 കൂട്ടിയാൽ മതി. ഇപ്പോൾ 200 നമ്പറെങ്കിൽ 200നോട് 200ന്റെ 10% കൂടാന്ന് വെച്ചാൽ 200നോട് 20 കൂട്ടിയാൽ മതി. അതായത് 10%ന്റെ പ്രത്യേകത ഒരു ദശാംശ സ്ഥാനം നമ്മുടെ ഇടത്തോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ 10% കിട്ടും. ഇപ്പൊ 200ന് 200ന്റെ 10% കുറക്കാനാണെങ്കിൽ 200ന് 20 കുറച്ചാൽ മതി, 10% 20 ആണെന്ന് അറിയാം. അതുപോലെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണെന്ന് പറയാം. അപ്പോൾ ശതമാന സംഖ്യകളും അതിന്റെ ഭിന്നസംഖ്യാ രൂപമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 200ന്റെ 20% എന്ന് പറയുന്നത് 200ന്റെ 1/5 എടുത്താൽ മതി, അതായത് 40 ആയിരിക്കും. 5 ഗുണിക്കണം 4 20 അപ്പോൾ 200ന്റെ 5ൽ 1 എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പോൾ 20% ലാഭം എന്ന് പറയുമ്പോൾ ഈ 200 ആണ് ആദ്യത്തെ പൈസയെങ്കിൽ 200ഉം 40ഉം കൂട്ടി 240 ആവും. അതാണ് 20% ലാഭം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 500 രൂപ കൊടുത്തിട്ടാണ് വാച്ച് വാങ്ങുന്നത്. അപ്പോൾ ആദ്യം 500 രൂപയുണ്ട്. പിന്നെ ഇത് 10% ലാഭത്തിൽ വിൽക്കുമ്പോൾ 500നോട് 500ന്റെ 10% കൂട്ടണം. അതായത് 500ന്റെ 10% 50 ആണെന്ന് അറിയാം. 500നോട് 500ന്റെ 10% കൂട്ടുമ്പോൾ 550 കിട്ടും. അപ്പോൾ ഷിനോയിലെത്തി 10% ലാഭത്തിൽ ഇവിടെ വിറ്റു. എന്നിട്ട് ഇയാളത് 20% നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ അടുത്തത് പോകുമ്പോൾ 550ന്റെ 20% നഷ്ടം എന്ന് പറയുമ്പോൾ 550ന്റെ 5ൽ 1 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അല്ലേ, 550 എന്നുള്ള നമ്പറാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ 20% എന്ന് പറയുന്നത് 110 ആയിരിക്കും. അപ്പോൾ 20% നഷ്ടം എന്ന് പറയുമ്പോൾ 550 110 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 440 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. നഷ്ടത്തിൽ ജനുവിന് അല്ലെങ്കിൽ ജനു വാങ്ങിക്കുന്ന വില എന്ന് പറയുന്നത് 440 രൂപയായിരിക്കും. ഇനി അത് വീണ്ടും 10% നഷ്ടത്തിലാണ് ജീവന് കൊടുക്കുന്നത്. അതായത് വീണ്ടും 10% നഷ്ടം എന്ന് പറയുമ്പോൾ വീണ്ടും 440ന്റെ 10% കുറച്ചാൽ മതി, അതായത് 44 കുറച്ചാൽ മതി. ഇപ്പം 440ന്ന് 44 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 396 കിട്ടും. അപ്പോൾ 396 രൂപക്കാണ് ആര് ജീവൻ വാച്ച് വാങ്ങിച്ചത് 396 രൂപക്കാണെന്ന് നമുക്ക് ഒറ്റ ലൈനിൽ കിട്ടി. അതായത് നമ്മൾ ചോദ്യത്തിൻ്റെ ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് എഴുതണം. അതായത് 500 എടുത്തു, 500ന്റെ 10% ലാഭത്തിലാണ്. 10% ലാഭം എന്ന് പറയുമ്പോൾ 110/100 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 550 കിട്ടും. ഇനി അത് രണ്ടാമത് 550ന്റെ 20% നഷ്ടമാണ്. 20% നഷ്ടം എന്ന് പറയുമ്പോൾ
ഒന്നെങ്കിൽ നമുക്ക് 80/100 കൊണ്ടോ അല്ലെങ്കിൽ 4/5 കൊണ്ടോ ഗുണിക്കാം. അപ്പോൾ അവിടെ 440 കിട്ടും. ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി വരുമ്പോൾ സമയം കുറേ പോകും. അതിനേക്കാളും നല്ലത് ഒറ്റ ലൈനിൽ പ്രോബ്ലം തീർക്കുന്നതാണ്. റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ്? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. മാധവനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ മാധവന്റെ പുത്രന്റെ സഹോദരൻ എന്നാണ് പറയുന്നത്. മാധവന്റെ പുത്രൻ ഒരാളുണ്ടാവും, അയാളുടെയും പുത്രന്റെ സഹോദരനാണ് റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെയും വേറൊരാളുണ്ടാവും. അപ്പോൾ ഇവിടെ ആയിരിക്കും മാധവനും റാമും ഉണ്ടാവുക. ഈ രീതിയിൽ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ രീതിയിലൊന്ന് ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ എങ്കിൽ റാം മാധവന്റെ ആരാണെന്നാണ് ചോദിച്ചത്. ഇവിടെയുള്ള ആളുടെ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു ജനറേഷനായി, ഇവിടെ എത്തുമ്പോൾ അടുത്ത ജനറേഷനായി. അപ്പോൾ ഇവിടെയുള്ള ആള് ഇയാളുടെ കൊച്ചുമകനായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര? അപ്പോൾ കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 6, 12, 3, 9 ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7:10 എന്ന് പറയുന്ന സമയം ഏഴ് കഴിഞ്ഞ് 10 മിനിറ്റ് എന്നുള്ള രീതിയിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കണ്ണാടിയിൽ കാണിക്കുന്ന സമയമാണ്. ഇപ്പോൾ മിറർ ഇമേജ് അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇവിടെ കണ്ണാടി വെക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ കണ്ണാടിയിൽ ഇങ്ങോട്ട് കാണിക്കുന്നത്, ഈ കാണിക്കുന്ന സൂചി ഇത്രയും ദൂരം ഇപ്പുറത്തേക്ക് കാണിക്കും. അതായത് ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 7ന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ ഇങ്ങോട്ടായിരിക്കും കാണിക്കേണ്ടത്. അതായത് ഈ രീതിയിലായിരിക്കും കാണിക്കുക. ഇവിടുന്ന് ഇങ്ങനെ വരച്ച വരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എടുത്താൽ മതി. അതുപോലെ തന്നെ മിനിറ്റ് സൂചി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2ന്റെ അടുത്താണ് നിൽക്കുന്നത്. 2 എന്ന് പറഞ്ഞ നമ്പർ, അതായത് 7:10 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്രയുണ്ടോ അത്രയും തന്നെ ഇപ്പുറത്തേക്ക് വരച്ചാൽ മതി. അപ്പോൾ ഇപ്പുറത്തേക്ക് വരയ്ക്കുമ്പോൾ മിനിറ്റ് സൂചി ഇവിടെ നിൽക്കും. അതായത് ഇവിടെ 4 ഉണ്ട്, 4 കഴിഞ്ഞ് 5നോട് അടുത്തിട്ടാണ് മണിക്കൂർ സൂചി നിൽക്കുന്നത്. അതുപോലെ മിനിറ്റ് സൂചി 10 എന്നുള്ള നമ്പറിലായിരിക്കും കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 4 കഴിഞ്ഞിട്ട് 5ന്റെ അടുത്തേക്ക് നിൽക്കുന്നതും ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം 4:50 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഘടികാരത്തിൻ്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്നുള്ള നമ്പറിൽ നിന്ന് മിനിറ്റ് സൂചി ഈ 2 എന്നുള്ള നമ്പർ വരെ സഞ്ചരിക്കുന്നതിനാണ് 10 മിനിറ്റ് എന്ന് പറയാം. അതുപോലെ അപ്പം 35 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ 12 തുടങ്ങി 7 വരെ ഇത്രയും കറങ്ങി ഇത്രയും എത്തണം. അപ്പോൾ ഇത്രയും കറങ്ങുമ്പോൾ എത്ര ഡിഗ്രി ആവും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മിനിറ്റ് സൂചി കറങ്ങിയിട്ട് മുഴുവൻ കറങ്ങി എത്തുമ്പോൾ 60 മിനിറ്റ് ആവും. അപ്പോൾ ഈ മുഴുവൻ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ളത് ഇത് 180 ഡിഗ്രിയാണ്, തിരിച്ചിപ്പുറം ഒരു 180 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ആകെ സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ മിനിറ്റ് സൂചി ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് 12 തുടങ്ങി തിരിച്ച് കറങ്ങി 12 തന്നെ എത്തുമ്പോൾ 60 മിനിറ്റ് സമയം പോകും. ഈ 60 മിനിറ്റ് സമയം കൊണ്ട് ഇത് 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മിനിറ്റിൽ ഇത് എത്ര കറങ്ങും എന്നുള്ളത് അറിയണമെങ്കിൽ 60 മിനിറ്റിൽ 360 ഡിഗ്രി കറങ്ങുമെങ്കിൽ ഒരു മിനിറ്റിൽ 360/60 ഇത്രയും ഡിഗ്രി ആയിരിക്കും ഇത് കറങ്ങുക. അതായത് 6 ഡിഗ്രി ആയിരിക്കും
ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ മിനിറ്റ് സൂചി 6 ഡിഗ്രി സഞ്ചരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചത് 35 മിനിറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 35 മിനിറ്റിൽ 6 ഗുണിക്കണം 35 ആയിരിക്കും. ഇത് നമുക്ക് 210 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി 210 കറക്റ്റ് ആൻസർ. ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ച ആണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമെന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ 2008 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വർഷം ഫെബ്രുവരി 1 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. പിന്നെ നമ്മൾ 7 ദിവസം കൂട്ടിപ്പോയി കഴിഞ്ഞാൽ 8, 15, 22, 29 ഫെബ്രുവരി, ആ വർഷം ഫെബ്രുവരിയിൽ 29 ഉണ്ടാവും, കാരണം അതൊരു അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങളെല്ലാം നമുക്ക് ബുധനാഴ്ചയാണെന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് അടുത്ത മാസം, അതായത് മാർച്ച് 4-ാം തീയതി ഏത് ദിവസമാണെന്നാണ്. 1, 2, 3, 4. അപ്പോൾ ബുധൻ കഴിഞ്ഞാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പോൾ 4-ാം തീയതി ഞായറാഴ്ചയാണെന്ന് ഡയറക്റ്റ് കിട്ടും. പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ പി ആറിൻ്റെ ഏത് ദിശയിലായിരിക്കും? അപ്പോൾ നമ്മൾ ദിശ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് കിഴക്കും ഇത് വടക്കും ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വടക്കിൻ്റെ ഓപ്പോസിറ്റ് തെക്കാണെന്നറിയാം, അതുപോലെ കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറാണെന്നറിയാം. അപ്പോൾ ഈ കാര്യം അറിയുമെങ്കിൽ ഇങ്ങനൊരു ഡയറക്ഷൻ, ഇങ്ങനൊരു ദിശ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വടക്ക് കിഴക്കായിരിക്കും, വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിൽ. അതുപോലെ ഇങ്ങനെയാണെങ്കിൽ ഇത് തെക്ക് കിഴക്കായിരിക്കും, ഇത് തെക്ക് പടിഞ്ഞാറായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യൂ ഇവിടെ ആണെങ്കിൽ ക്യൂവിൻ്റെ തെക്ക് ഭാഗത്താണ് പി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് തെക്ക് ഭാഗം. പിന്നെ ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. പിന്നെ ക്യൂവിനെ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്, ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആർ ഉണ്ടാവുക. അപ്പോൾ പി ആറിൻ്റെ ഏത് ദിശയിലായിരിക്കും? പി എന്നുള്ളത് ആറിൻ്റെ ഇങ്ങനെയുള്ള ദിശയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. അപ്പോൾ 3, 15, പിന്നെ ഇവിടെയാണ് കാണാതായത്, പിന്നെ 255, 1023. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3ഉം 15ഉം ഒന്നെങ്കിൽ 3നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 15-ലെത്തും. അപ്പോൾ ഇവിടെ അത് പോസിബിൾ അല്ല. ഇവിടെ എന്തായാലും ഒറ്റയുടെ സ്ഥാനത്ത് 5ആണ്. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരണം. അപ്പോൾ അത് പോസിബിൾ അല്ല. പിന്നെ വേറെന്താന്ന് നോക്കാം. ഇപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. പിന്നെ ഒരു 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. ഈ 15 കിട്ടി. അപ്പോൾ ഇതേ കാര്യം ഇവിടെ വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതായത് 255നെ 4 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് 3 കൊണ്ട് കൂട്ടുന്നു. 255നെ 4 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 20 വരും, ബാക്കി 2 വരും, 1020 വരും. അതായത് 255ന് 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1020 കിട്ടും. 1020നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 1023. അപ്പോൾ ഇവിടെയും അതേ കാര്യം ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് 1023 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒഴിഞ്ഞ സ്ഥലത്തുള്ള സംഖ്യ ഏതായിരിക്കും? 15നെയും നമ്മൾ 4 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൂട്ടിയാൽ മതി. 15നെ 4 കൊണ്ട് ഗുണിച്ചാൽ 60 ആയിരിക്കും എന്നറിയാം. അപ്പോൾ 3 കൂട്ടിയാൽ 63 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 12ാമത്തെ ചോദ്യം പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ഇത് ചോദിച്ചുകൊണ്ട് എഴുതിയെന്നുള്ളൂ. തോക്ക് ബുള്ളറ്റ് ആണെങ്കിൽ ചിമ്മിനി. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പുകയാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയാം. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. അടുത്തത് ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ലോജിക്കോ ആ രീതിയിലൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും 2 നമ്പേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 288ൻ്റെ ഇരട്ടിയാണ് 576 എന്ന് മനസ്സിലാവും. പക്ഷേ ബാക്കിയുള്ള നമ്പേഴ്സ് തമ്മിലൊന്നും അങ്ങനെ ഒരു ബന്ധമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി വെച്ച് നോക്കാം. അതായത് ഏതെങ്കിലും സംഖ്യയുടെ ഗുണനം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണോ. ഇപ്പോൾ ഇവിടെ 4ഉം 2 നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് എല്ലാം 2ൻ്റെ ഗുണിതങ്ങളായിരിക്കും. 4 നോക്കിക്കഴിഞ്ഞാൽ ഈ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ 4ൻ്റെ ഗുണിതമാണോ നോക്കണമെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ്സും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതായത്
576 ആ നമ്പർ. 576 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 576 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 76 മാത്രം എടുത്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴും സംഭവം 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 4 നമ്പേഴ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കണം. അതായത് ഇപ്പോൾ ഈ ഡിജിറ്റൽ സം എടുത്ത് നോക്കാം. 1 1 1 6. അപ്പോൾ ഡിജിറ്റൽ സം എടുക്കുമ്പോൾ അത് 9 ആയിരിക്കും. 1 1 2 2 1 3 3 6 9. അതുപോലെ ഇവിടെ എടുത്ത് നോക്കുമ്പോൾ 18 കിട്ടും. ഈ 18ന്റെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് അതും 9 ആണ്. 1 കിട്ടും 9 ആണ്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ 576 നോക്കുമ്പോൾ 5 7 12 ആണ്. 12 6 18 ആണ്. അപ്പോൾ ഇവിടെയും ഡിജിറ്റൽ സം 9 തന്നെ വരും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 9 6 4 ഇത് 19 കിട്ടും. ആ 19ന്റെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും വരിക. അപ്പോൾ 964 ആയിരിക്കും നമ്മുടെ ആൻസർ. അതിൻ്റെ ഡിജിറ്റൽ സം മാത്രം 9 അല്ലാണ്ട് വരുന്നുണ്ട്. ഈ 9 ഡിജിറ്റൽ സം, അതായത് സംഖ്യകളിലെ അക്കങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 9 വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങൾ വരുന്നുണ്ടെങ്കിൽ, 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ സംഖ്യകളെല്ലാം 9ന്റെ മൾട്ടിപ്പിൾ 9ന്റെ ഗുണിതങ്ങളാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ 3 സംഖ്യകളും 9ന്റെ ഗുണിതങ്ങളാണ്. അവസാനത്തെ സംഖ്യ മാത്രം 9ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഒറ്റയാണ് അവസാനത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ കോഡിങ്ങിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ടീച്ചർ എന്നുള്ള വേർഡിൻ്റെ കോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ടീച്ചറും തന്നിട്ടുള്ള കോഡും തമ്മിലുള്ള ബന്ധം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലെറ്റേഴ്സ് EJOTY എന്നുള്ള ലെറ്റേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. അതായത് ഇക്ക് കറസ്പോണ്ടിങ് ആയത് നമ്പർ 5ാമത്തെ ആൽഫബറ്റാണ് ഇ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ നമ്പർ 5 ആയിരിക്കും. അതുപോലെ ഇവിടെ 10 15 20 25 ഈ ഓർഡറിൽ പോകുന്നതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇത് വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ നമ്പേഴ്സ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടീച്ചർ എന്നുള്ള വേർഡാണ് തന്നത്. അതിൻ്റെ കോഡ് YJFHMJW ഈ രീതിയിലാണ് കോഡ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ലെറ്റർ നമുക്ക് നോക്കാം. ടി എന്ന് പറയുന്നത് അവിടെ 20 ആയിരിക്കും അല്ല. ഇനി വൈൻ്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ വൈൻ്റെത് 25 ഇത് നമുക്ക് അറിയുന്ന കാര്യം. ഇനി ഈൻ്റെത് നമുക്കറിയാം 5 ആണെന്നറിയാം, A 1 ആണെന്നറിയാം, C 3 ആണെന്നറിയാം. H നോക്കണമെങ്കിൽ ജെയിൽ നിന്ന് പിറകിലോട്ട് നോക്കിയാൽ മതി. അതായത് ജെക്ക് പിറകിൽ I ഉണ്ട്, Iൻ്റെയും പിറകിലാണ് H വരുന്നത്. അപ്പോൾ 10ന് 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8 ആയിരിക്കും Hന് വരുന്നത്. ഈക്കാണെങ്കിൽ 5 വരും. അതുപോലെ ആറിൻ്റെ നോക്കണമെങ്കിൽ നമ്മളിവിടെ ടി നോക്കിയാൽ മതി. RST എന്നാണ്. അപ്പോൾ T 20 ആണെങ്കിൽ R 18 ആയിരിക്കും. അതുപോലെ ഇനി നമ്മൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ജെൻ്റെ ഇവിടെ 10 ആണെന്നറിയാം. എഫിൻ്റെത് ഈനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ ഈൻ്റെത് 5 ആയതുകൊണ്ട് എഫിൻ്റെത് 6 ആയിരിക്കും. H ഇവിടെ കിട്ടിയിട്ടുണ്ട്, 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്രയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ 20നോട് 5 കൂട്ടുന്നുണ്ട്. അതുപോലെ 5നോട് 5 കൂട്ടിയാലാണ് 10 കിട്ടുക. 1നോട് 5 കൂട്ടിയാൽ 6 കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ വരുന്ന ലെറ്റേഴ്സിൻ്റെ നമ്പർ എത്രയാണോ അതിനോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയ ലെറ്ററാണ് അടുത്തേൽ വന്നിട്ടുള്ളത്. ഇത് ബാക്കിയുള്ള 3 നോക്കിക്കഴിഞ്ഞാലും കറക്റ്റ് 5 കൂട്ടിയിട്ടുള്ളതാണെന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായി. ഈ കോഡിൻ്റെ ലോജിക്ക് അതാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡാണ്. അതിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ആദ്യത്തെ കുറച്ച് ലെറ്റേഴ്സിനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ 3 ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓപ്ഷനും ആൻസർ ഓപ്ഷൻസ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ലെറ്ററിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. മുഴുവനായിട്ട് എഡ്യൂക്കേഷൻ മുഴുവനായിട്ട് എഴുതിയിട്ട് അത് മൊത്തം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈൻ്റെത് നമ്പർ 5 ആണെന്നറിയാം. ഈ 5 ആണെങ്കിൽ D 4 ആയിരിക്കും, 1 കുറവ്. അതുപോലെ ടിയുടെ നമ്പർ 20 ആണെന്നറിയാം. അപ്പോൾ യുവിൻ്റെത് 20നോട് 1 കൂട്ടിയാൽ 21 ആയിരിക്കും. ഇനി ഇതിനോടെല്ലാം 5 കൂട്ടിയിട്ട് എഴുതിയാൽ മതി. 5നോട് 5 കൂട്ടിയാൽ 10 ആയിരിക്കും. ഇവിടെ 9 വരും. 21നോട് 5 കൂട്ടിയാൽ 26 വരും. അപ്പോൾ 26ാമത്തെ ലെറ്റർ, അതായത് അവസാനത്തെ ലെറ്റർ Y കഴിഞ്ഞാലുള്ള ലെറ്റർ സെഡ് ആണെന്ന് നമുക്കറിയാം. അതായത് 3ാമത്തെ പൊസിഷനിൽ സെഡ് വരണം. അങ്ങനെ 3ാമത്തെ പൊസിഷൻ ഇവിടെ Y ആണ്. 3ാമത്തെ പൊസിഷനിൽ ഇവിടെ H ആണ്, ഇവിടെയാണ് B ആണ്. അപ്പോൾ 3ാമത്തെ പൊസിഷനിൽ സെറ്റ് വരുന്ന ഓപ്ഷൻ C മാത്രമേ ഉള്ളൂ.
ഇതന്നെ വേണമെങ്കിൽ ആദ്യത്തെ രണ്ടും നോക്കാം. കാരണം ആദ്യത്തെ രണ്ട് നോക്കാത്ത ഇവിടെ രണ്ട് ഓപ്ഷനിൽ ആദ്യത്തെ രണ്ട് ലെറ്ററും സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിൽ സെറ്റ് വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാവും. ഇതുപോലെ മുഴുവനായിട്ട് ഈ കോഡിങ്ങിന്റെ ചോദ്യമൊക്കെ വരുന്നത് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേഷൻ എന്നുള്ള ഇത്രയും മൊത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ പോകും. ഓൾറെഡി സമയം കുറവായിരിക്കും. അപ്പോൾ അത് മുഴുവൻ കണ്ടുപിടിച്ച് അങ്ങനെ സമയം കളയുന്നതിന് പകരം ആദ്യം നമ്മൾ ഈ 3 ലെറ്റർ വ്യത്യാസമാണോ, അവസാനത്തെ 3 ലെറ്റർ വ്യത്യാസമാണോ, അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അത് മാത്രം നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത ചോദ്യവും കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഓരോ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, ആ സിമ്പൽ ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാഷ് എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണമാണ്. ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഈ തന്നേക്കുന്നത് അതിൻ്റെ വില എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഇതേപോലെ എടുത്ത് എഴുതാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആ ഓപ്പറേഷൻ മാത്രം എഴുതുക. അതായത് ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമാണ്. പിന്നെ ഈ സിമ്പൽ വന്നു കഴിഞ്ഞാൽ അത് അഡീഷൻ ആണ്, പ്ലസ് ചെയ്യണം. അതുപോലെ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണമാണ്. അപ്പോൾ 45 അറ്റ് 3 എന്ന് പറഞ്ഞാൽ 45/3 മനസ്സിലാക്കാം. അതുപോലെ ഈ സിമ്പൽ മൈനസ് ആണ്, കുറക്കണം എന്ന് മനസ്സിലാക്കാം. പിന്നെ ആദ്യം ഹാഷ് വന്നു, ഹാഷ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇൻറ്റു 12. ഈ രീതിയിലായിരിക്കും തന്നിട്ടുള്ളതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഹരണവും ഗുണനവും ആദ്യം ചെയ്തതിന് ശേഷം വേണം പിന്നെ ഈ അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 ഗുണിക്കണം 13 എന്ന് പറഞ്ഞാൽ നമുക്ക് 78 കിട്ടും. ഇതിനോട് 45/3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അതായത് 15നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 45 എത്തും. ഇനി 7 ഗുണിക്കണം 12 എന്ന് പറയുന്നത് 84 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയിട്ട് എത്ര കിട്ടുന്നോ അതിൽ നിന്നും 84 കുറച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 93 കിട്ടും. 93 നിന്ന് 84 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9 കിട്ടും. അപ്പോൾ നമ്മളെ ആൻസർ ഓപ്ഷൻ ബി 9 ആയിരിക്കും നമ്മളെ ആൻസർ. ഇപ്പോൾ അടുത്ത ചോദ്യത്തിൽ 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അതിൽ എത്രാമത്തെ പദമായിട്ടാണ് 78 വരിക എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 5, 5 ആണ് കൂടി പോകുന്നത്. 3, 5, 8 കിട്ടി. 8നോട് 5 കൂട്ടിയാൽ 13 കിട്ടും. 13നോട് 5 കൂട്ടിയാൽ 18 കിട്ടും. അപ്പോൾ 5 വെച്ചിട്ടാണ് കൂടുന്നത്. ഈ കൂടുന്ന സംഖ്യേനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ nth പൊസിഷനിലുള്ള നമ്പറാണ് അല്ലെങ്കിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ a+n-1 ഇൻറ്റു ഡി ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ, അതുപോലെ n എന്ന് പറയുന്നത് എത്രാമത്തതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഈ ഡി എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന്. അപ്പോൾ ഇത് നേരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്നിന് പകരം എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് നമ്മൾ എത്രയായി കഴിഞ്ഞാലും ഇവിടെ ആദ്യത്തെ ടേം 3 ആണെന്ന് എടുക്കാം അല്ലേ. ഈ ശ്രേണിയുടെ ആദ്യത്തെ സംഖ്യ 3 ആണ്. അതുകൊണ്ട് എക്ക് പകരം അവിടെ 3 കൊടുക്കാം. പിന്നെ ഈ n എത്രയാണെന്ന് നമുക്കറിയില്ല. എത്രാമത്തെ ആണെന്ന് എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡി എന്ന് പറയുന്നത് 5 ആണെന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയാണ് എന്നുള്ളത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 78 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3നോട് എത്രാമത്തെ ടേം ആണോ അതിൽ നിന്ന് 1 കുറച്ചിട്ട് ഈ വ്യത്യാസം ഗുണിച്ചത് അത് കൂട്ടിക്കഴിഞ്ഞാൽ 78 കിട്ടുന്നുള്ളത് നമുക്കറിയാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി n കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഈ 3 ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ n-1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 78. ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ -3 ആവും. അപ്പോൾ ഇത് 75 കിട്ടും. ഇനി ഇവിടെ ഒരു 5 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. ഇവിടെ 75 ആണെന്നത്. അപ്പോൾ n-1 എന്ന് പറയുന്നത് 75/5 ആയിരിക്കും. ഇത് 15 ആയിരിക്കും. 75നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 15 കിട്ടും. അപ്പോൾ n-1 15 ആണെങ്കിൽ n 16 ആണ്. അപ്പോൾ 16ാമത്തെ പദമാണ് 78 എന്ന് കിട്ടിയത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തന്നിട്ടുള്ള ഈ കാര്യത്തിനാണ് നമ്മൾ ലഘൂകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 0.2⁴ എന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2/10 ആണെന്നറിയാം. 0.2 അതിന് 4 പവർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ പവർ 2നും കൊടുക്കണം, അതേ പവർ 10നും കൊടുക്കണം.
അപ്പോൾ 2/4 ഡിവൈഡഡ് ബൈ 10/4 ആയിരിക്കും. പോയിന്റ് 2ന് 4 പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ 2നും അതുപോലെ ഛേദത്തിലുള്ള 10നും അതേ 4 തന്നെ പവർ കൊടുക്കണം. അപ്പോൾ പോയിന്റ് 2ന് നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും, 2/10 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ പോയിന്റ് 0.3 എന്നുള്ളതിനെ നമുക്ക് 3/100 എന്ന് എഴുതാം. രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ 3:5 എന്ന അനുപാതത്തിലാവും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ട് സംഖ്യകളിൽ നിന്നും 5 എന്നുള്ള ഒരേ സംഖ്യയാണ് കുറക്കുന്നത്, വ്യത്യാസമില്ല. നമ്മൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുക്കാം. ഇപ്പോൾ 18ഉം 20ഉം എടുക്കാം. അപ്പോൾ ഈ 18ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടുമെന്നറിയാം. അതുപോലെ 20ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. അതുപോലെ രണ്ടാമതും ഈ ഡിഫറൻസ് 2 തന്നെയാണ്. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിൽ നിന്നും നമ്മൾ ഒരേ നമ്പർ തന്നെയാണ് കുറക്കുന്നതെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഈ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സംഖ്യകൾ 2ഉം 3ഉം ആണെന്ന് എടുക്കുക. 2:3 എന്നുള്ള റേഷ്യോ ആണ് തന്നത്, അനുപാതമാണ് തന്നത്. അതിൽ നിന്ന് 5 കുറക്കുന്നത്. 5 കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് 3:5 എന്നുള്ള അനുപാതത്തിലാണ്. അപ്പോൾ ഇവിടെ 3, 5 എന്നുള്ള രണ്ട് സംഖ്യ, 2, 3 എന്നുള്ള രണ്ട് സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് 2ആണ്, പക്ഷേ ഇവിടെ ഡിഫറൻസ് 1 ഉള്ളൂ. അപ്പോൾ അത് ശരിയാവില്ല. അത് ഈ പറഞ്ഞ കൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ രണ്ട് സംഖ്യകളിൽ നിന്ന് ഒരേ സംഖ്യയാണ് 5 തന്നെയാണ് കുറക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സംഖ്യകളുടെയും ഡിഫറൻസ് വ്യത്യാസം സെയിം ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഉണ്ട് വ്യത്യാസം, ഇവിടെ 1 ഉണ്ട് വ്യത്യാസം. ഈ 1നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വ്യത്യാസം തന്നെ ഇവിടെ വരുത്താം.
അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഈ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് 4:6 എന്ന് എഴുതാം. 2-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 3-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. പിന്നെ ഈ രണ്ടാമത് 5 കുറച്ചതിന് ശേഷമുള്ള നമ്പേഴ്സ് നമ്മൾ അതുപോലെ എഴുതുന്നു, 3ഉം 5ഉം. കാരണം ഇപ്പോൾ സെയിം ആയി, ഈ ഡിഫറൻസ് 2ആണ്, രണ്ടാമത്തെ കേസിന് ഡിഫറൻസ് 2ആണ്. പക്ഷെ ഇവിടെ വ്യത്യാസം നോക്കുമ്പോൾ 4-ൽ നിന്ന് 1 കുറച്ചാലാണ് 3 കിട്ടുക, അതുപോലെ 6-ൽ നിന്ന് 1 കുറച്ചാലാണ് 3 കിട്ടുക. ഈ കുറക്കുന്ന 1 എന്ന് പറയുന്നത് ശരിക്കും 5ആണ്. കാരണം ശരിക്കും 5ആണ് കുറക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് 5ആണ്. നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക എന്നാണ്. അതായത് 4-ന് പകരമുള്ള സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. 1 5 ആണെങ്കിൽ 4 എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 5 ഗുണിക്കണം 4 ആയിരിക്കും. 5 ഗുണിക്കണം 4 20 ആൻസർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സ്റ്റെപ്പിൽ പെട്ടെന്ന് ആലോചിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരാശരി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ചോദ്യം വന്നത്. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എത്ര സംഖ്യകളുടെ കേസ് തന്നിട്ടുണ്ടെങ്കിലും ശരാശരി തന്നിട്ടുണ്ട്, അതുപോലെ ഓരോ സംഖ്യയിൽ നിന്നും ഇത്ര വെച്ച് കുറക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു കണ്ടീഷനിൽ എത്ര കുറക്കുന്നോ അത് നേരെ ഈ ശരാശരിയിൽ നിന്ന് കുറച്ചാൽ മതി. അതായത് 12-ൽ നിന്ന് 3 കുറച്ചാൽ മതി. 12ആണ് ശരാശരി, 3 വീതം ഓരോ സംഖ്യയിൽ നിന്നും കുറക്കുന്നുണ്ട്. ഓരോ സംഖ്യയിൽ നിന്നും കുറക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശരാശരിയിൽ നിന്ന് 12-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 തന്നെയായിരിക്കും ആൻസർ. ഇനി ഇതുപോലുള്ള ടൈപ്പ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 10 നമ്പേഴ്സ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് N1 N2 N3 ഇതുപോലെ N10 വരെ 10 നമ്പേഴ്സ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കൽ നമുക്കറിയാം, സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിട്ട് അതിന് എത്ര സംഖ്യ ഉണ്ടോ അതുകൊണ്ട് നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് N1 + N2 + N3 + N10 വരെ 10 നമ്പേഴ്സ് നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുക കിട്ടി. ഇനി അതിന് ആകെ 10 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 10 കൊണ്ട് ഹരിച്ചാൽ ഇപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നത് ഓരോ നമ്പറിനോട് നമ്മൾ ഓരോ നമ്പറിൽ നിന്ന് നമ്മൾ 3 വീതം കുറക്കുന്നുണ്ട്. അപ്പോൾ അത് N1 - 3 ആയിരിക്കും ആദ്യത്തെ നമ്പർ, അങ്ങനെയായിട്ട് മാറും. അതുപോലെ രണ്ടാമത്തെ നമ്പർ N2 - 3 ആയിട്ട് മാറും. ഓരോ നമ്പറിൽ നിന്നും ഇതുപോലെ 3 വെച്ച് കുറക്കുന്നത്. അപ്പോൾ അവസാനത്തെ നമ്പർ ഇതുപോലെ N10 - 3 ആയിരിക്കും. ഇതിനെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഈ -3-നെല്ലാം സെപ്പറേറ്റ് മാറ്റി എഴുതുന്നു, ബാക്കിയുള്ളത് ഇവിടെ തന്നെ ഇതുപോലെ എഴുതുന്നു. 10 നമ്പേഴ്സും അതിനെ 10 കൊണ്ട് ഹരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം, -3 -3 -3 അങ്ങനെ 10 പ്രാവശ്യം ഇങ്ങനെ 3 കൂട്ടി പോകുന്നുണ്ടാവും. അതായത് ഈ മൈനസ് പൊതുവായിട്ട് ഇവിടെ എടുത്തു, ബാക്കി ഇങ്ങനെ ഉണ്ടാവും. ഈ 3 10 പ്രാവശ്യമായിരിക്കും കൂട്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആദ്യം എഴുതിയ കാര്യത്തിന് N1 + N2 + N10 വരെ കൂട്ടി 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആദ്യത്തെ ആവറേജ് കിട്ടി. ഈ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആവറേജ് എന്ന് പറയുന്നത് 12 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് 3 10 പ്രാവശ്യം കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 3 ഗുണിക്കണം 10 എന്ന് എഴുതാം. ഇനി അതിനെ 10 കൊണ്ട് ഹരിക്കുന്നുണ്ട്. കാരണം ഈ ഹരണം എന്നുള്ളത് ആ 3-നും ബാധകമാണ്. അപ്പോൾ ഈ 10 10 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 3 ഉണ്ടാവും. അങ്ങനെയാണ് ഈ 12 - 3 9 ആണെന്ന് ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇനി നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഈ രീതിയിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഐഡിയ കിട്ടി, കാര്യം എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഡയറക്റ്റ് ഓപ്ഷനിലോട്ട് പോകാൻ പറ്റും. 3x - y = 2187 3x + y = 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് 3-ന്റെ പവറിൽ എത്ര സംഖ്യ വന്നാലാണ് 2187 കിട്ടുക, അതുപോലെ 3-ന്റെ പവറിൽ എത്ര സംഖ്യ വന്നാലാണ് 243 കിട്ടുക എന്നുള്ള കാര്യം നോക്കണം. നമുക്കിപ്പോൾ 3-ന്റെ ക്യൂബ് വരെ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ 3-ന്റെ ക്യൂബ് 27 ആണെന്ന് അറിയാം. അപ്പം 3-ന്റെ പവറിൽ 4 വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് 3-ന്റെ ക്യൂബിന് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 27-നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 81 കിട്ടും. അതായത് 3-ന്റെ പവറിൽ 4 വന്നാൽ 3/4 എന്ന് പറയുന്നത് 81 ആണെന്ന് കിട്ടി. അപ്പോഴും നമ്മൾ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പവർ ചെയ്ത് നോക്കും. 3/5 കണ്ടുപിടിക്കണമെങ്കിൽ ഈ സംഖ്യേനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 81-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 81-നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 243 കിട്ടും. അപ്പോൾ 243-ലെത്തി. അതായത് 3x + y
എന്ന് പറയുന്നത് 243 തന്നിട്ടുണ്ട്. അതെന്താണ്? അത് 3/5 ആണെന്ന് മനസ്സിലാവും. അല്ല, ഇത്രയും കിട്ടി, ഈ ഒരു കാര്യം കിട്ടി. ഇനി അടുത്ത നമ്പർ നോക്കാം. 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/5നെ 3 കൊണ്ട് ഗുണിക്കുന്നതാണ്, അല്ലെങ്കിൽ 243നെ 3 കൊണ്ട് ഗുണിക്കുന്നതാണ്. ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 729 കിട്ടും അല്ലെ. 729 ഇങ്ങനെ അല്ലാണ്ട് ഏത് രീതിയിൽ കണ്ടുപിടിക്കും? ഈ 3/6നെ നമുക്ക് 3² അതിന്റെ ക്യൂബ് എന്ന് എഴുതാം. 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് ക്യൂബ്. അതായത് 9ന്റെ ക്യൂബ് 729 ആണെന്ന് നമുക്കറിയാം. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് പഠിച്ചു വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സഹായകമായിട്ട് വരും. അപ്പോൾ 3/6 എന്ന് പറഞ്ഞാൽ 729 ആണെന്ന് അറിയാം. അപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് 3/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 729നെ 3 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 9 ഗുണിച്ച് കഴിഞ്ഞാൽ 27 കിട്ടുന്നറിയാം. ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 7 ആണ് ക്വസ്റ്റ്യനിൽ. അതുപോലെ 3ഉം 7ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 21 കിട്ടും. അപ്പോൾ ഇവിടെ 21 കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 2187 ആയിരിക്കും കിട്ടുക എന്നുള്ളത് ഇവിടെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 3/7 ആയിരിക്കും എന്ന് മനസ്സിലാവും. അപ്പോൾ 2187 എന്ന് പറഞ്ഞാൽ 3/x-y ആണ്. അത് നമുക്ക് എന്ത് കിട്ടിയാൽ നമുക്ക് 3/7 ആണെന്ന് കിട്ടി. ഇനി ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നതെല്ലാം 3 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പവറിൽ എന്തുണ്ടോ അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x+y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 ആണെന്ന് കിട്ടും. അതുപോലെ ഇതിൽ നിന്ന് x-y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7 ആണെന്ന് കിട്ടും. ഇത് നമ്മളോട് ചോദിച്ചത് എക്സിന്റെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ x+y-യും x-y-യും നമുക്ക് ഓരോ സംഖ്യകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എക്സിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയിട്ട് 5ഉം 7ഉം കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. അതായത് വേറൊന്നും അല്ല ചെയ്യുന്നത്. ഇതൊരു ഇക്വേഷനും ഇത് വേറൊരു ഇക്വേഷനും ആണെങ്കിൽ അത് രണ്ടും നമ്മൾ കൂട്ടും. അത് രണ്ടും നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 2x കിട്ടും. എക്സും എക്സും കൂട്ടിയാൽ 2x കിട്ടും. വൈയും -y ആണ് കൂട്ടുന്നത്. അതായത് വൈയിൽ നിന്ന് y പോയാൽ ബാക്കി 0 ആണ്. അപ്പോൾ 2x = 12 കിട്ടും. x = 12/2 6. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 6 ആയിരിക്കുന്നു. മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച 20 മാത്സും റീസണിങ്ങും കൂടിയിട്ടുള്ള 20 ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷനും എളുപ്പ വഴികളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എയിംസിൻ്റെ കോൺടാക്ട് നമ്പർ, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളെല്ലാം സോൾവ് ചെയ്ത് കിട്ടും. അതുപോലെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ പല ചോദ്യങ്ങളിലും നമ്മൾ ഇതുവരെ എടുക്കാത്ത ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. എന്നിരുന്നാലും പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ബേസ് ലെവലിൽ നിന്ന് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് ഷോർട്ട് കട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.